അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഗൈസ് ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റാച്യൂലുണ്ട് എല്ലാ വീഡിയോയിലും അമ്മി കൂടുതലുണ്ട് കൂടെ ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ടുപേരും മാത്രം, ഈ വീഡിയോ അല്ല, ഇനി കുറച്ച് വീഡിയോകളിൽ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അല്ലേ? ഓ അമ്മി ജോലിക്ക് പോയി, സോ അതുകൊണ്ടാണ് അല്ലേ? അതെ അതെ ഗൈസ്. അപ്പോൾ പരിപാടി നമ്മൾ ഇന്ന് പോകുന്നത് ഗോൾഡ് മേടിക്കാനാണ് ഗൈസ്. അപ്പൊ വിചാരിക്കും നമുക്കാണ് അല്ല, ഒരു ഫ്രണ്ടിന് ഭീമ ഗോൾഡിന്റെ ഒരു കോയിന് വേണമെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി വിളിച്ച് പറഞ്ഞ് ഇന്ന് അക്കൗണ്ടിൽ കാശിട്ട് തന്ന് അത് നമ്മൾ വാങ്ങുന്നു. എന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കൊടുത്തിരിക്കുന്നു. ആ ബസ്സിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഒന്നും നമ്മൾ ഇടത്തില്ല, അതൊക്കെ സീക്രട്ട് ആണ്. അപ്പം ഭീമ ഗോൾഡ് അവൻ്റെ അവിടെ ഇല്ല, പറഞ്ഞെങ്കിൽ എത്രയോ കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് പുള്ളിക്കാരൻ. അപ്പൊ എന്നോട് പറഞ്ഞൊന്ന് വാങ്ങിച്ച് തരുമോന്ന് ചോദിച്ചു ഫ്രണ്ട്. അപ്പൊ ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങനെ രാവിലെ അക്കൗണ്ടിൽ കാശ് അയച്ചു തന്നു. നമ്മൾ നേരെ ഭീമ ഗോൾഡിലോട്ട് പോകുന്നു. 1 ഗ്രാമിന് കോയിൻ ഉണ്ടാവും ചോദിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു ഭീമ ഗോൾഡ് തന്നെ വേണമെന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ വാങ്ങുന്നത് ജോസാലുക്കാസിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ ഇതിപ്പോ എന്തായാലും ഭീമ ഗോൾഡിൽ പോയി ചോദിക്കാം. 1 ഗ്രാമിന്റെ കോയിൻ ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. എന്നിട്ട് അവന് ഗോൾഡ് കോയിന് ATM കാർഡ് പോലെ ചെയ്തിട്ട് അതിന് പുള്ളിക്ക് പ്രസന്റ് കൊടുക്കുന്ന ഇത് ഇവനാണ്. അയാളുടെ ഫോട്ടോ വെച്ച് ഫ്രെയിം ചെയ്ത് അതിനകത്ത് ATM കാർഡിന്റെ അകത്ത് വെച്ച് കൊടുക്കാനുള്ള കാർഡ് പോലത്തെ ഒരു സെറ്റപ്പ് അതിനാണ് വാങ്ങുന്നത്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഭീമ ജ്വല്ലേഴ്സ് ട്രിവാൻഡ്രം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടിയാണ് പപ്പയാണ് ഫുള്ളും പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകും. ഓക്കെ, നമ്മൾ പപ്പയാകുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭീമ ഫ്രണ്ടിൽ തന്നെ ഭീമ വന്നിട്ടുണ്ട്. പോത്തീസിന്റെ തൊട്ട് എല്ലാവർക്കും അറിയാം. ട്രിവാൻഡ്രത്തുള്ള മെയിൻ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ പിന്നെ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം, നടക്കണം, കയറണം. ഇതാണ് സാധനം. പിന്നെ അതേപോലെ തന്നെ അടുത്ത് തന്നെ എന്തോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായിരുന്നു? പോത്തീസ് മഹാൾ തോന്നുന്നു. അതിന് നമുക്കൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫ്ലവർ ഷോയ്ക്ക് നമ്മൾ പോയപ്പോൾ ബെസ്റ്റ് കപ്പിളിനുള്ള അന്നത്തെ ലക്കില് നമ്മളായിരുന്നു വിന്നർ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമുക്ക് തവ അങ്ങനെ കുറേ സാധനങ്ങൾ അവര് ഓരോ ദിവസം ഓരോ വിന്നർ എടുക്കുക. അതിൽ ഒരു വിന്നർ നമ്മളായിരുന്നു, ബെസ്റ്റ് കപ്പിള്, ഞാനും രമ്യയും മക്കളും. അങ്ങനെ നമുക്ക് ഇവിടുന്ന് തവ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടി. ഗോൾഡിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പൊ നമ്മള് കേറാണ്. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡില് ബലൂനുണ്ട്, ടാറ്റയുണ്ട്. പിന്നെ അതേപോലെ അടുത്ത് വേറൊരു കാറ് കണ്ട് ഞാൻ പേര് കിട്ടി. കണ്ടില്ലേ? ഫ്രണ്ടിൽ തന്നെ ആൾക്കാരുണ്ട്. നമ്മള് പൈസ എടുത്തില്ല, കാർഡാണ്. പപ്പ വാലി കെട്ടുണ്ടെന്ന് ഞാൻ നിക്കറാണിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പൊ ഇറങ്ങാം ഗൈസ്, നോക്കാം അല്ലേ? അപ്പൊ നമ്മള് കേറാണ്. ഐഫോൺ വെച്ച് ഒറ്റാൻ വേണ്ടി എല്ലാവരും ഉണ്ട്. എല്ലാവരും നമ്മൾ നോക്കും. കേറാം. ഓക്കെ, അപ്പോൾ കേസ് നമ്മളിത് കയറി വന്നിട്ടുണ്ട് കേസ്. അപ്പോൾ വെൽക്കം ഗിയർ ആൻറ്റി ആണെങ്കിൽ പറഞ്ഞത് ഗോൾഡ് കോയിൻ്റെ സെക്ഷൻ വന്നിട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ സോ ഗൈസ്, ഇതിലും നമ്മൾ വോയിസ് ഓവർ ചെയ്യേണ്ട കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഭീമയ്ക്കകത്ത് തന്നെ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ വോയിസ് ഓവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓൺ വോയിസിൽ തന്നെ നമ്മൾ പറയുമായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സൈഡിലിരിക്കുന്ന ആൻറ്റിയും ഇപ്പോൾ ഈ അങ്കിള് അടക്കം എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത്ഭുതം പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഗോൾഡ് റേറ്റ് എത്രയൊക്കെയാണെന്നാണ് പപ്പ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് കോയിൻ വാങ്ങുന്നതിന് മുമ്പേ നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മളെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം കൂടെ വെച്ചൊരു ഫോമാണ്. ഒരു ചെറിയൊരു ഫോം അഡ്രസ്സ് ചെയ്ത് കൊടുക്കണം ഗൈസ്, ഫില്ല് ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ട് തന്നെ അങ്കിള് സൈൻ എന്തോ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ പപ്പ പേയ്മെൻറ്റ് നടത്താനായിട്ട് കാർഡ് പപ്പ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളിതാ കാർഡൊക്കെ ഇട്ടതാ സ്വൈപ്പ് ചെയ്തല്ല കാർഡ് ഇട്ടതാ അവിടെ പിന്നൊക്കെ അടിച്ച് നമ്മുടെ പൈസ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗോൾഡ് കോയിൻ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഭീമയിൽ വന്ന് നിൽക്കുകയാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് ഗായ്സ്, അപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഭയങ്കര കോപ്പിറൈറ്റ് അടിക്കും ഗൈസ്. എന്തായാലും അവിടെ കയറി വന്നപ്പോൾ തന്നെ മ്യൂസിക്കാണ്, എന്ത് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ പപ്പയ്ക്ക് അങ്കിള് ആ ഫോം ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താണ്, ഓട്ടിച്ച് ഒന്ന് നൈസായിട്ട് വീഡിയോ എടുത്തതാണ്. എന്ന് പറയുമ്പോൾ കളക്ഷൻ ചെറുതായിട്ട് കാണിക്കാം. പിന്നെ പപ്പതാ
വീണ്ടും പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗേസ്, സ്റ്റിൽ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂരിപ്പിച്ചതിൻ്റെ ഇടയിൽ ഇതാ കോഫി വന്നിട്ടുണ്ട് ഗേസ്. ഈ വർഷത്തെ 2025 ആദ്യത്തെ ചായ അല്ലെങ്കിൽ കോഫി ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കുടിക്കുന്നത്. ആ പാല് വെച്ചിട്ടുള്ള സാധനം ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. 2025 ആദ്യമായിട്ടുള്ള പാല് വെച്ചിട്ടുള്ള ഒരു കോഫി. ഓക്കെ ഗേസ്, ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ അത്ര ചായപ്രേമിയും പിന്നെ കോഫി പ്രേമിയൊന്നും അല്ല ഗേസ്. പാലും വലിയ ഇഷ്ടമൊന്നും അല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഇതൊന്നും അല്ല, ഒരു ഫാനൊന്നും അല്ല. എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ചായ വേണം, പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒരു ചായ വേണം, കിടക്കുന്നതിന് മുമ്പേ, പിന്നെ ഉച്ചയ്ക്ക് അങ്ങനത്തെ ശീലമൊന്നും എനിക്കില്ല. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. 2025 ആദ്യത്തെ കോഫിയാണ് കുടിക്കുന്നത്. ഇത് പപ്പ സൈഡിൽ ഇരിപ്പുണ്ട്, ബാക്കിൽ ഇരിപ്പുണ്ട്. പപ്പ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗേസ്. നല്ല ചൂടുണ്ട്. ഞാൻ പണ്ട് കൊച്ചിയിൽ ഭീമയും പിന്നെ ജോസ് ആലുക്കാസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചൂട് ചായ തരും. എന്നിട്ട് അത് കുടിച്ചിട്ട് എൻ്റെ നാക്കൊക്കെ പൊള്ളിയിട്ടുണ്ട് കേസ്. ഇഷ്ടംപോലെ പ്രാവശ്യം പൊള്ളിയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് എടുത്ത് കുടിക്കും, നാക്ക് പൊള്ളും കേസ്. പിന്നെ ലൈം ജ്യൂസൊക്കെ ആണെങ്കിൽ വിഷയമല്ല, നല്ല ചിൽ തണുപ്പായിട്ട് ഇരിക്കും. അത് വേറെ വിഷയമൊന്നുമില്ല, അത് വേറെ സാധനമാണ്. അപ്പോൾ ചായക്കത്ത് എനിക്ക് താല്പര്യമൊന്നുമില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ചായപ്രേമിയൊന്നുമല്ല ഗൈസ്, നമ്മൾ ജ്യൂസ് ചിൽഡ് ഐറ്റംസ്. ഓക്കെ, ഇപ്പോൾ നല്ല ചൂടാണ്, ഇപ്പോൾ മഴ പെയ്യേണ്ട കാലമാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചൂടാണ്. സോ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട്. എന്തായാലും എടുത്ത ചായ കൊള്ളാം ഗൈസ്, നല്ല ഫിൽറ്റർ കോഫി, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എടുത്തപ്പം ഞാൻ കുടിച്ചിട്ടുണ്ട്. ചെറിയ ഗ്ലാസ്. പിന്നെ ഗൈസ് പറയാനുള്ളതെന്ന് പറയുമ്പം ഇതൊരു ചെറിയ ഗ്ലാസ്സിലാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഇല്ല ഗൈസ്, കുറച്ചേ ഉള്ളൂ. ഓക്കെ, കുറച്ച് കുടിക്കാനേ ഉള്ളൂ. ചെറിയ ഗ്ലാസ്സാണ്, കണ്ട, ചെറിയൊരു ഗ്ലാസ്, അത്രേ ഉള്ളൂ ഗൈസ്. കണ്ട, ഇതിപ്പോൾ നമ്മൾ വച്ചിട്ടുണ്ട്, കണ്ട, ചെറിയ ഗ്ലാസ്സാണ് ഈ സാധനം. അപ്പോൾ വെച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതാ ബാക്കിൽ മിററൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ മുടിയൊക്കെ വെട്ടി ഗായ്സ്, മുടിയൊക്കെ വെട്ടി സെറ്റായിട്ടുണ്ട്. മുടി വെട്ടിയിട്ടും കളർ പോകണില്ല. അപ്പോൾ ഈ കളർ പോകണമെങ്കിൽ നമുക്ക് ഇനിയും മുടി വളരണം. ഓക്കെ, കുറച്ചും കൂടെ മുടി വളരണം. ഇതിപ്പോൾ ഒതുക്കാനായിട്ടുള്ള മുടി ആയിട്ടില്ല ഗൈസ്. സോ അതുകൊണ്ടാണ് കളർ സ്റ്റിൽ ഇരിക്കുന്നത്. പിന്നെ വോയിസ് ഓവർ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. വോയിസ് ഓവർ ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല ഗൈസ്. എന്ന് പറയുമ്പോൾ വ്ളോഗിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓൺ വോയിസിൽ മൈക്ക് വെച്ച് അല്ലെങ്കിൽ അഡാപ്റ്റർ എന്തെങ്കിലും വെച്ച് സംസാരിക്കും. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് ആൻറ്റി ഇതാ നമ്മളെ ചായ കോഫി കപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺ വോയിസ്, ഞാൻ പറഞ്ഞ കാര്യം പറയാം ഗൈസ്, ഓൺ വോയിസ് സംസാരിക്കണമെന്ന് എനിക്ക് കൂടുതൽ ഇഷ്ടം. സോ അത് അല്ലെങ്കിൽ നമുക്കൊരു ബോറാണ്. എന്ന് പറയുമ്പോൾ ഡബ് ചെയ്യുമ്പോൾ, എന്ന് പറയുമ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഒരു ബോർ ഐറ്റമാണ്. കണ്ട, നമ്മൾ പറയുന്നതിൽ യോജിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മിററൊക്കെ നോക്കിയിട്ട് നമ്മൾ നൈസായിട്ട് ഗോൾഡ് കോയിൻ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗോൾഡ് കോയിൻ എടുത്തിട്ടുണ്ട്. അവിടുത്തെ മാനേജർ അങ്കിള് പപ്പയെ നോക്കി ഹായ് അടിച്ച് ചിരിച്ചു. ഓക്കെ, എന്തോ അറിയാൻ തോന്നുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഗോൾഡ് കോയിൻ, ഓക്കെ, നമ്മൾ എന്താണ് ഒരു അങ്കിൾക്ക് പപ്പയുടെ കൂട്ടുകാരന് അയച്ചു കൊടുക്കേണ്ട സാധനമാണ് എന്ന് പറഞ്ഞാണ് നമ്മളെന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനമാണ്. ഓക്കെ, നമ്മൾ വാങ്ങിച്ച് അയച്ചു കൊടുക്കാനുള്ള സാധനമാണ് ഈ സാധനം. കണ്ട, ഗോൾഡ് കോയിൻ ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് നമ്മളെ ഗോൾഡ് കോയിൻ. ഓക്കെ, നിങ്ങൾ ഭീമേ വരികയാണെങ്കിൽ, നമ്മൾ ഭീമയെന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ പോത്തീസിൻ്റെ തൊട്ടടുത്താണ്. പോത്തീസ് അതിൻ്റെ ബാക്കിൽ, ഭീമ എൻ്റെ ഫ്രണ്ടിലും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കവറും പിന്നെ ഇതാണ് ഭീമയുടെ കവർ. ഓക്കെ, ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. ഫാസ്റ്റ് ആയിരുന്നു കേസ്, പോസ്റ്റൊന്നും ഇല്ലായിരുന്നു. പോസ്റ്റ് അടിക്കാൻ സമയം കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വ്ളോഗ് ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചായ കുടിച്ച് തീർന്ന് കപ്പ് വാങ്ങിച്ചു. ഒരു 10-15 സെക്കൻഡ് ആയപ്പോൾ തന്നെ അങ്ങനെ വന്നിട്ട് പറഞ്ഞ് ഗോൾഡ് കോയിൻ എടുത്തിട്ടുണ്ട്, ഒന്ന് വരണേന്ന് പറഞ്ഞ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ബാക്കിൽ ഇരുന്ന കസേരന്ന് ചാടി എണീച്ച് നമ്മളത് ഗോൾഡ് കോയിൻ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഈ ഗോൾഡ് കോയിൻ്റെ നമ്മളെ ഇത് വന്നിട്ട് 1 ഗ്രാം 20 മില്ലിയാണ് ഗേസ്. പിന്നെ ഈ അങ്കിൾ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് വ്ളോഗിങ് ഉണ്ടെന്ന് ഞാൻ നിർത്തിപ്പോയതാണ്. അവിടെ വെച്ച് ഫോട്ടോ എല്ലാം എടുത്ത് നിർത്തിപ്പോയപ്പോൾ അങ്കിൾ ചോദിച്ച് വ്ളോഗിങ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് അങ്കിൾ വ്ളോഗിങ് ആണ്. അപ്പോൾ ചാനലിൻ്റെ നെയിം പറയാൻ പറഞ്ഞു ഗേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിജുൽ YT 2021 നമ്മളെ ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത് ഗേസ്. 6K സബ്സ്ക്രൈബേഴ്സ് അങ്കിൾ കണ്ണ് തള്ളിപ്പോയി ഗായ്സ്. ഭീമയെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ള. കയറി വരുമ്പോൾ തന്നെ നമ്മളെ കാറ് അതിൻ്റെ ഫ്രണ്ടിൽ കിട്ടിയുള്ള സാധനമുണ്ട് ഗേസ്, എന്താണ് കാണുന്നത്. ഓക്കെ, നല്ലൊരു ഫിഷിൻ്റെ ഒരു ഇതുണ്ട് ഗേസ്, നല്ല കുറേ ഫിഷസ് ഉണ്ട്. ഓക്കെ, വെള്ളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കാറ് കിടപ്പുണ്ട്, നമുക്കിനി പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ ചാനലിൻ്റെ ഇത് ഭീമ
ഭീമയിലുള്ള ഒരു സാറ് നമ്മളോട് ചോദിച്ചായിരുന്നു കേസ്. അപ്പോൾ ആങ്കിള് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടാണ് ചോദിച്ചത് ഏതാണ് വ്ളോഗ് ചാനലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ വ്ളോഗ് ചാനലാണ്. 6K സബ്സ്ക്രൈബേഴ്സ് കൊണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ചുറ്റിപ്പോയല്ലേ ഗേസ്. ഓക്കെ, അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് പോവുകയാണല്ലോ. അപ്പോൾ ലാസ്റ്റിൽ പറയണമെന്ന് തോന്നിയോണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? ഇനിയിപ്പോൾ നിർത്തി. ഓക്കെ ഗേസ്, ഭീമയ്ക്കൊരു വീടാ.